Club FM 94.3. യെസ്, 9 മണി കഴിഞ്ഞ് 2 സമയം. ഇന്ന് ഏപ്രിൽ 1 നാളെ, അതായത് ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. സോ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സിറ്റിയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ ഇതെന്താണ്, ഏതാണ് എന്നുള്ളതൊക്കെ പറയാനായിട്ട് അത് കണ്ടക്ട് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു ഡോക്ടർ ഇപ്പോൾ എൻ്റെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് ഡോക്ടറെ അടുത്ത് തന്നെ ചോദിക്കാം എന്താണ് ശരിക്കും ഈ പ്രോഗ്രാം എന്നുള്ളതെ കുറിച്ചിട്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. മാമിന്റെ പേരും അതുപോലെ തന്നെ ഡെസിഗ്നേഷനും ഒന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുമോ? ഞാൻ ഡോക്ടർ രശ്മി, ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫൗണ്ടർ ട്രസ്റ്റി, ജീവനം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ, മെഡിക്കൽ ഡയറക്ടർ. ഏപ്രിൽ 2, അതായത് നാളെ വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. സോ ഇതുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവനീയം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. സോ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ? ഓക്കെ, ഇപ്പം ഓട്ടിസം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വളരെയേറെ കൂടി വരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേയിൽ ജീവനി ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മൾ പാരന്റ്സിനെ അല്ലെങ്കിൽ കുട്ടികൾക്കും പ്രോഗ്രാം നടത്താറുണ്ട്. ഇപ്രാവശ്യം നമ്മളതൊരു ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം എന്നുള്ളതിലുപരിയായിട്ട് ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവ് ഈ ഒരു ദിവസത്തിൽ തുടങ്ങുകയാണ്, റെയിൻബോ റാപ്സോഡി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷവും അഭിമാനവും ഉള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരിക്കുന്നത് കൊച്ചിൻ കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, ICDC കൊച്ചിൻ, അതേപോലെ തന്നെ ഓട്ടിസം ക്ലബ്ബ്, ഇവരെല്ലാം സഹകരിച്ചാണ് ജീവനിയം ചാരിറ്റബിൾ ട്രസ്റ്റും ജീവനി ആയുർവേദ ഹോസ്പിറ്റലും റെയിൻബോ റാപ്സോഡി എന്നൊരാശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇതിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യാൻ പോണേ? നമ്മൾ ഏപ്രിൽ 2 എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ട് ഇതിന്റെ ഒരു തുടക്കം, ഞാൻ പറഞ്ഞല്ലോ റെയിൻബോ റാപ്സോഡി നമ്മൾ ഒരു ദിവസത്തെ ഒരു ഇവന്റ് പോലെയല്ല കരുതുന്നത്. നമ്മൾ ആ ഒരു ദിനം മാത്രം റെക്കഗ്നൈസ് ചെയ്ത് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഇപ്പോൾ ഇത് കൂടി വരുന്ന ഒരു കാലഘട്ടം ആയതിന് തന്നെ ഓട്ടിസം ഇപ്പോഴും പലർക്കും എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, എത്ര നേരത്തെ ഡിറ്റക്ട് ചെയ്യാം, സ്കൂൾസിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനും സമൂഹത്തിനും അറിയാനുമുണ്ട്. അപ്പൊ റെയിൻബോ റാപ്സോഡി എന്നൊരു പദ്ധതിയിലൂടെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷന്റെ സഹകരണത്തോട് കൂടിയിട്ട് അംഗൻവാടി ടീച്ചേഴ്സിന് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഇപ്പം 2 നമ്മൾ എറണാകുളം ടൗൺ ഹാളിലുള്ള ഒരു 1 ഡേ ഇവന്റില് നമ്മൾ ഇനോഗ്രൽ സെറമണി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോസ്റ്റ് ഗാർഡ് DIG N രവി സർ ആണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സിന്റെ പാരന്റ്സിനായിട്ടുള്ള പാനൽ ഡിസ്കഷൻ ഉണ്ട്. ഈ ഒരു പാനൽ ഡിസ്കഷനിലേക്ക് നമുക്ക് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സച്ചിദാനന്ദ കമ്മത്ത്, ഡോക്ടർ ഷീല നമ്പൂതിരി ജനറ്റിസ്റ്റ്, പിന്നെ ഡോക്ടർ ദിനേശ് KS കോട്ടക്കൽ ആയുർവേദ കോളേജ് പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, സരോജ് തബ മാഡം ഡൽഹിയിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഒരുപാട് റിസർച്ചേഴ്സും PhD ഒക്കെ കഴിഞ്ഞ മാഡം വരുന്നുണ്ട്. പിന്നെ ഡോക്ടർ റോഷൻ ബിജ്ലി കോമ്പോസിറ്റ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഡയറക്ടറായി സ്ഥാനം വഹിക്കുന്ന ഡോക്ടർ റോഷൻ ബിജ്ലി സർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ബിന്ദു മാഡം, ഇവരൊക്കെ അടങ്ങുന്ന ഒരു പാനൽ ഡിസ്കഷൻസ് നമുക്ക് പാരന്റ്സിന് വേണ്ടി രാവിലെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാംസ്, കുട്ടികളുടെ ടാലൻസ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ട്. പിന്നെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻ, വാലിഡേറ്ററി ഫംഗ്ഷൻ നമുക്ക് ദീപക് ദേവ് സർ ആണ് ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ ജീവനീയത്തിലെ ടീം മെമ്പേഴ്സ് പാരന്റ്സിനും അതേപോലെ തന്നെ പബ്ലിക്കിനും എന്തൊക്കെയാണ് ഓട്ടിസം റീഹാബിലിറ്റേഷനിൽ ചെയ്യേണ്ടത് എന്നുള്ള റിയൽ ടൈം എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് സെൻസറി റൂം, ഓക്യുപേഷണൽ തെറാപ്പി, എഡ്യൂക്കേഷണൽ കുറെ കോൺസെപ്ച്വൽ ലേണിംഗ്സ്, ഇതെല്ലാമായിട്ടുള്ള സ്റ്റോൾസും, അതുകൂടാതെ നമ്മുടെ കുട്ടികളുടെ ടാലന്റ് എക്സിബിഷൻ സ്റ്റോള്, അതേപോലെ ഓട്ടിസം ക്ലബ്ബ്, അത് അവരുടെ കുട്ടികളുടെ ഫുഡ് ഐറ്റംസ്, അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇതിന്റെ എല്ലാം തന്നെ വിപുലമായിട്ടുള്ള ഒരു റിയൽ ടൈം എക്സ്പീരിയൻസും കൂടെ എറണാകുളം ടൗൺ ഹാളിൽ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏപ്രിൽ 2 ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ഉണ്ട്? പേരന്റ്സ് ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഇതിൽ ഇപ്പം ഓട്ടിസം ആയിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റും ഓട്ടിസത്തെ കൂടുതൽ അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും നമുക്ക് മോസ്റ്റ് വെൽക്കം ആണ്. ടീച്ചേഴ്സ്, റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസ്, ആർക്കായാലും നമുക്ക് ഫ്രീ രജിസ്ട്രേഷനും ആണ്. നമുക്ക് ഇന്ന് തന്നെ രജിസ്ട്രേഷൻ എടുക്കണം, കാരണം നമുക്ക് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടിസം മേഖലയെ കുറിച്ച് കൂടുതൽ അറിയുവാനും ഓട്ടിസം കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കുവാനും, അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം എന്തൊക്കെയാണ് തെറാപ്പികൾ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടതെന്നുള്ളതിന്റെ എല്ലാം തന്നെ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു മേഖല അറിയാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം.
ഓക്കെ, അപ്പൊ രജിസ്ട്രേഷൻ എന്താണെങ്കിലും ഫ്രീ ആണെന്ന് മനസ്സിലായി. അപ്പൊ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് മാം? രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പറിൽ 9961298312 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അഥവാ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് അയക്കാം. ഓക്കെ, 9961298312 അല്ലേ? യെസ്. ഓക്കെ മാം. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം, അറിയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷം മാമിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം, അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ